ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണന് അധിക്ഷേപം നേരിട്ടതിന് പിന്നാലെ ചരിത്ര തീരുമാനമെടുക്കാനൊരുങ്ങി കേരള കലാമണ്ഡലം. ഇനി മുതൽ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുക്കുന്നതാണ് സുപ്രധാന തീരുമാനം. ബുധനാഴ്ച നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ ഇതേപ്പറ്റി തീരുമാനമെടുക്കും. ജെൻഡർ ന്യൂട്രൽ സ്ഥാപനമായാണ് കലാമണ്ഡലം മുന്നോട്ടു പോകുന്നത്. ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനായുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാനിരിക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വെക്കും. വൈസ് ചാൻസലർ ബി. അനന്തകൃഷ്ണൻ പറഞ്ഞു. 100-ലേറെ വിദ്യാർത്ഥിനികളാണ് നിലവിൽ കലാമണ്ഡലത്തിൽ നൃത്തം അഭ്യസിക്കുന്നത്. 8ാം ക്ലാസ് മുതൽ PG കോഴ്സ് വരെ മോഹിനിയാട്ടം പഠിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ ആർ.എൽ.വി. രാമകൃഷ്ണന് അവസരം ഒരുക്കിയതിന് പിന്നാലെയാണ് ഈ നിർണായക തീരുമാനം വരുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം പഠിക്കാൻ അവസരമൊരുങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് പരിപാടിക്ക് ശേഷം ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ വംശീയാധിക്ഷേപത്തിന്റെ പിന്നാലെ കലാമണ്ഡലം വിദ്യാർത്ഥി യൂണിയനാണ് രാമകൃഷ്ണനെ നൃത്തമവതരിപ്പിക്കാൻ ക്ഷണിച്ചത്. രാമകൃഷ്ണനെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം. ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് വിവാദമായത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യഭാമയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. അതേസമയം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുകയോ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സത്യഭാമ വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ കലാപ്രവർത്തനത്തിന് സൗന്ദര്യം വേണമെന്ന് പറഞ്ഞത് സത്യമാണ്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി. കലാപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് മോഹിനിയാട്ടം പോലെയുള്ള നൃത്ത മേഖലയിലുള്ളവർക്ക് സൗന്ദര്യം ആവശ്യമാണ്. അത് സംബന്ധിച്ച് നൃത്ത പഠനത്തിലടക്കം പ്രതിപാദിക്കുന്നുണ്ട്. അക്കാര്യം മാത്രമേ ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരെയും പേരെടുത്ത് ആക്ഷേപിച്ചിട്ടില്ല, ആരെയും തേജോവധം ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ തെളിവുമായി വരട്ടെ എന്നും കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു. ചിലരെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം. ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് ഇതുപോലെ വിവാദമായത്. അതേസമയം തനിക്കെതിരായ ജാതി അധിക്ഷേപത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആർ.എൽ.വി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവരുടെ ഇടപെടലുകൾ വലിയ ഭീകര അവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്നും തൻ്റെ സഹോദരൻ കലാഭവൻ മണിയടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. സത്യഭാമയുടെ പരാമർശം കറുത്ത വർഗത്തിന് എതിരായുള്ളതെന്ന് ആർ.എൽ.വി. രാമകൃഷ്ണൻ പറഞ്ഞു. സൗന്ദര്യശാസ്ത്രത്തിൽ പറയുന്ന സൗന്ദര്യം യഥാർത്ഥ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കലോത്സവങ്ങളിൽ ശരീരത്തിൻ്റെ സൗന്ദര്യം നോക്കിയല്ല, മറിച്ച് നൃത്തത്തിൻ്റെ സൗന്ദര്യത്തിനാണ് മാർക്ക് ഇടുന്നതെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.